ഒരാളെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു ആർട്ടിസ്റ്റിനെ, നല്ലൊരു ആക്ടറെ മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിലൂടെ. അതൊരു നടൻ എന്ന് പറയണോ അതോ നടി എന്ന് പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആക്ടർ എന്ന് പറയുന്നത്. കാരണം അതിലൊരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ്. അതിഗംഭീര പ്രകടനമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിങ്ങളുടെ പേര് പോലും ഈ വീഡിയോയിൽ അതൊരു സ്പോയിലർ ആവും എന്നുള്ളതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അണ്ണാ നിങ്ങൾ പൊളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ജിസ് ജോയ് അദ്ദേഹത്തിൻ്റെ ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു ജോണറിൽ നിന്ന് മാറിയിട്ട് ഫീൽ ത്രിൽഡ് എന്ന് പറയുന്നൊരു പരിപാടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അദ്ദേഹത്തിൻ്റെ സോണി ലിവിൽ റിലീസായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇന്നലെ വരെ എന്നാണ് സിനിമയുടെ പേര്. ആസിഫ് അലി, പെപ്പെ, പിന്നെ നിമിഷ തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. കുറച്ച് ത്രില്ലിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. എനിക്ക് പേഴ്സണലി അത്ര അങ്ങോട്ട് വർക്കാവാത്തൊരു സിനിമയായിരുന്നു അത്. എന്തായാലും അതിനുശേഷം തലവൻ എന്ന സിനിമയുമായിട്ട് അദ്ദേഹം വീണ്ടും വരികയാണ്. ഇതിൽ ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ സിനിമയുടെ ഒരു വളരെ വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് എന്നെ എത്തിച്ച ട്രെയിലറിൽ എനിക്ക് വളരെ ഇമ്പ്രസീവായി തോന്നിയൊരു കാര്യം ദീപക് ദേവിൻ്റെ സംഗീതമാണ്. അങ്ങേര് മലയാള സിനിമയിൽ അതിഗംഭീരമായ കുറേ സാധനങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇതിനകത്ത് തലവൻ എന്ന് പറയുന്ന ഒരു തീം മ്യൂസിക് എന്ന് വിളിക്കാവുന്ന ആ കാര്യം, അത് സിനിമയിൽ കേൾക്കാൻ, തിയേറ്ററിൽ കേൾക്കാനുള്ള ഒരു രസം ഉണ്ടായിരുന്നു. ട്രെയിലറിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമയിൽ ഉടനീളം ആ ദീപക് ദേവ് മാജിക് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന പോലത്തെ എലമെൻ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും അത്യാവശ്യം രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓഡിയോ വിഷ്വൽ സൈഡിൽ ഇത്തരമൊരു സിനിമയ്ക്ക് ഏത് തരം ഒരു ട്രീറ്റ്മെൻ്റ് ആണോ വേണ്ടത് അത് അങ്ങനെയൊക്കെ തന്നെ ഡെലിവറി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷേ കുറച്ചും കൂടി ഒരു ഡാർക്ക് സംഭവം പിടിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതിലെ ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ട്രെയിലർ കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നത് പോലെ ഇതിലെ സസ്പെൻസ് എലമെൻ്റ് ആണ്. ക്ലൈമാക്സ് വരെ നമ്മളെ അത് ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ നമ്മുടെ മുന്നിലിട്ട് തരുന്നുണ്ട്, നമ്മളും പല രീതിയിൽ സംശയിച്ച് ചിന്തിച്ചൊക്കെ പോകും. പക്ഷേ അതിനെയൊക്കെ വളരെ ലോജിക്കലി തന്നെ ഒഴിവാക്കിക്കൊണ്ട് അവർ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പരിപാടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഞാൻ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടിരുന്ന് കണ്ടു. ക്ലൈമാക്സിലേക്കുള്ള ആ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എൻ്റെ അടുത്തിരുന്ന രണ്ട് പിള്ളേർ ബാക്കിലാണ് ഇരുന്നത്. അവർ എൻ്റെ ഒരു 2 സീറ്റ് അപ്പുറത്തിരുന്ന ഒരാളോട് പുള്ളി ഇറങ്ങാൻ നേരം പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടാണ് ചേട്ടാ, വളരെ മാന്യമായിട്ടാണ് പറയുന്നത്, ഞങ്ങളൊക്കെ കാശ് കൊടുത്തിട്ടാണ് ചേട്ടാ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് ഫോൺ വിളിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങി ഇന്ന് ഫോൺ വിളിക്കണം, ഞങ്ങളിങ്ങനെ ശല്യം ചെയ്യരുത്, ഞങ്ങളുടെ പൈസയെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കരുത് എന്നുള്ള രീതിയിൽ വളരെ നീറ്റായിട്ട് അവർ കാര്യം പറഞ്ഞു. പുള്ളിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. പുള്ളി അത് കേട്ടിട്ട് മിണ്ടാതെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ സാധനം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സെക്കൻഡ് ഹാഫിൽ ആ ഒരു കാര്യത്തിലേക്ക് പോയിട്ടില്ല. ഫസ്റ്റ് ഹാഫിൽ എവിടെയോ പുള്ളിയുടെ ഫോൺ റിങ് ചെയ്ത് എനിക്ക് അലോസരമായി തോന്നിയിട്ട് ഞാൻ എന്നൊരു ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ നോക്കി, പുള്ളിയെ സൈലൻ്റ് ആക്കി ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞാനിത് അറിഞ്ഞിട്ടില്ല. കാര്യം ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ടിരുന്ന് സെക്കൻഡ് ഹാഫ് മുഴുവൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അവിടേക്കാണ് നമ്മൾ ഓരോ ക്ലൂവിലും ഒരു അന്വേഷണാത്മകമായിട്ടുള്ള കഥ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകനും ആ അന്വേഷണത്തിനോടൊപ്പം പോവുക എന്നുള്ളതാണ്. ആ രീതിയിൽ സിനിമ സെക്കൻഡ് ഹാഫിൽ വിജയമായിരുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. പക്ഷേ സിനിമ കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതായത് പോസ്റ്റ് ക്ലൈമാക്സ് എന്നൊക്കെ പറയാവുന്ന ഒരു സാധനം. അത് ഇന്ത്യൻ സിനിമയെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് നമ്മൾ പല വീഡിയോസിലും വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണെങ്കിലും അതറിയാനുള്ളൊരു ആകാംക്ഷയും അതിന് ഒരു ത്രില്ലിങ് അല്ലെങ്കിൽ ഒരു സസ്പെൻസ്ഫുൾ സാധനമൊക്കെ ഇട്ടിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയില്ല. മാത്രമല്ല അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷേ അതെല്ലാം സ്പോയിലറായിപ്പോൾ. ഈ സിനിമ എന്ന് പറയുന്നത് നമ്മൾ അയ്യപ്പനും കോശിയും കണ്ടതൊക്കെ പോലെ, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലൊക്കെ കണ്ട പോലെ 2 പേര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു കേസുണ്ട്. ആ കേസ് അന്വേഷണമൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ സ്പോയിലർ എലമെൻ്റ് ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഇൻഡെപ്ത് പോകാത്തത്. കോട്ടയം നസീർ എടുത്തു പറയേണ്ട ഒരു പ്രകടനമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ ജോജി സിനിമയിലൂടെ കടന്നു വന്ന ജോജി എന്ന് പറയുന്ന അഭിനേതാവ്, അദ്ദേഹം വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകളുണ്ട് നമുക്കിങ്ങനെ പറയാവുന്ന നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് തോന്നിയ ആളുകൾ. പക്ഷേ ഫസ്റ്റ് ഹാഫ് എനിക്ക് കണക്റ്റ് ആവാതെ പോയതിൻ്റെ പ്രധാന കാരണം ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ആസിഫ് അലി ബിജു മേനോനും തമ്മിലുള്ള ഒരു സംഭവം, അതിനൊരു ഇമോഷണൽ കണക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ ക്യാരക്ടേഴ്സിൽ ആരുടെയെങ്കിലും ഒരാളുടെ ഒപ്പം നിൽക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ദേഷ്യത്തിൻ്റെ എലമെൻറ്റ് അത് നമുക്കും കൂടി ഫീൽ ചെയ്യുക, അത് എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണെന്നുള്ളത് നമ്മളും കൂടി ആസ് എ പ്രേക്ഷകൻ മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അവിടെയൊക്കെ സിനിമ വളരെ വീക്കായി പോകുന്ന പോലെ, ക്യാരക്ടേഴ്സിനെ ഇൻഡെപ്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ സിനിമ വീക്കായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കാരണം എനിക്ക് തോന്നുന്നു, ഈ കേസന്വേഷണം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പോലെയാണ്. ആ പാറ്റേണിൻ്റെ കുഴപ്പമായിരുന്നു എന്ന് തോന്നുന്നു, ആക്ടറിൻ്റെ അല്ല, ആ ഒരു പാറ്റേണിൻ്റെ. കാരണം
എന്തോ ഒരു കഥ, ആ കഥ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന വലിയ ഇമോഷനൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ തോന്നുന്നൊരു രീതിയിലുള്ളൊരു അവതരണം പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ ഈ മുൻപ് കണ്ട് ശീലിച്ചിട്ടുള്ള പോലീസ് സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് മുന്നിലേക്ക് ആസ് എ പ്രേക്ഷകർ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നു. അവർ പോലീസ് സ്റ്റേഷനെ വളരെ ഒറിജിനൽ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒറിജിനൽ സാധനം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ചും കൂടി ഇതിലും വന്നിരുന്നെങ്കിൽ, കാരണം കൂടുതൽ സമയം നമ്മൾ കാണുന്നത് കാക്കിയും പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ആ ഒരു പോലീസ് വർക്കിംഗ് സാധനങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ, അവർ ചെയ്തിട്ടുണ്ട്, ഒട്ടും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കുറച്ചും കൂടി അതിൻ്റെ ഒരു എലമെൻറ്റ്സ് വർക്കായിരുന്നെങ്കിൽ കുറേ കൂടി രസമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും ഇതിൽ പറയാനുള്ളത് എഴുത്തിൻ്റെ ഒരു സൈഡ് തന്നെയാണ്. പുതിയ തിരക്കഥാകൃത്തുക്കളാണ്, മോശമാക്കിയെന്നല്ല, പക്ഷേ കുറച്ചും കൂടി ക്രിസ്പ് ആക്കിയിരുന്നെങ്കിൽ. ഇത് ഒരുപാട് സ്ഥലത്തൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടുപ്പിച്ച് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സ് തരുന്നുണ്ട്. അപ്പോൾ ആ അലച്ചിലിൻ്റെ പരിപാടികൾ അത് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പാക്കി, കുറച്ചുകൂടി ക്യാരക്ടേഴ്സിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ അന്വേഷണത്തിൻ്റെ വഴികളൊക്കെ ഒന്ന് രസമാക്കി കാണിച്ചിരുന്നെങ്കിൽ. മാത്രമല്ല, ഒരു സാധാരണ പ്രേക്ഷകൻ ചിന്തിക്കുമ്പോഴുള്ള ഒബ്വിയസ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുകളുണ്ട്. അതൊന്നും സിനിമയിൽ കണ്ടില്ല. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ആസിഫ് അലിയുടെ കഥാപാത്രമാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് ബിജു മേനോനോട് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു ശ്രമം പോലും നമ്മൾ സിനിമയിൽ എവിടെയും കാണുന്നില്ല. കുറച്ചുകൂടി പഴുതുകൾ അടച്ച് ഒന്നുകൂടി ക്രിസ്പാക്കി ക്യാരക്ടേഴ്സിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറേ കൂടി എൻഗേജിങ് ആവുമായിരുന്നു എന്നെനിക്ക് തോന്നി. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഒരു വൻ സംഭവമായിട്ട് തോന്നിയില്ല. എന്നാൽ അതേസമയം ബോറടിച്ച് എണീറ്റ് പോകാൻ തോന്നുക അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടിരിക്കും, പക്ഷെ ഒരു സാധനം കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് കുറേയും കൂടി മേക്കപ്പ് ആവുന്നുണ്ട്, കുറച്ചും കൂടി ഗ്രിപ്പിംഗ് ആവുന്നുണ്ട് കഥ. ക്ലൈമാക്സ് പോർഷനൊക്കെ അവർ രസമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഉദയം കൂടി ഞാൻ അവിടെ കണ്ടു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. പക്ഷേ അറിയാലോ, ഇത്തരം ഒരു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിൽക്കില്ല, പ്രേക്ഷകൻ്റെ ഉള്ളിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനൊരു ക്രൈം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ വടക്കൻ കേരളത്തിലൊരു ഗ്രാമത്തിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയില്ല, അതെല്ലാവരും മനസ്സിലാക്കുമല്ലോ എന്ന് പറയുന്ന പോലത്തെ കുറേ സംശയങ്ങൾ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ പഴുതുകൾ അടച്ച് കുറച്ചും കൂടി ക്രിസ്പാക്കി കുറച്ചും കൂടി ഒന്ന് ക്യാരക്ടേഴ്സിലൊക്കെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി ഗംഭീര അനുഭവമാവുമായിരുന്നു. എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം വാച്ചബിൾ ഒരു ഓക്കേഷ് പടമായിട്ടാണ് എനിക്ക് തലവൻ അനുഭവപ്പെട്ടത്. പെർഫോമൻസുകളും അവരിതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ മോശമാക്കാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ്. ആൻഡ് ഇതുവരെ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കാം. ചിലപ്പോൾ ഒരു ഗംഭീര സിനിമയായി നിങ്ങൾക്കിത് അനുഭവപ്പെട്ടിട്ടുണ്ടാവാം. എന്നിലെ പ്രേക്ഷകൻ ഇരുന്ന് ആലോചിച്ച പോലെ നിങ്ങളുടെ പ്രേക്ഷകൻ ആലോചിച്ച് മെനക്കെടാതെ സിനിമയെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താമോ? കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.